അത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അത് ജസ്റ്റ് പേര് മാത്രമേ ഉള്ളൂ. ഞാൻ അതിനെക്കുറിച്ച് റെഫർ ചെയ്തിട്ടില്ല. ഇത് രണ്ടുമാണ് മെയിൻ സൈൻസ് കേട്ടോ, വെസ്റ്റർമാർക്കും ഹാംപ്ടൺസ് ഹമ്പും. പല്ലാസും മക്കോണൽസും സൈനും അങ്ങനെ അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയണില്ല. പിന്നെ ഹാംപ്ടൺസ് ഹമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ട്രയാങ്കുലാർ ഓർ സർക്കുലാർ ഇൻഫിൽട്രേറ്റ് ആണത്. അതായത് ഈ അപ്പെക്സ് ഉണ്ടല്ലോ, നമ്മുടെ ലങ്സിൻ്റെ അപ്പെക്സിലേക്ക് നമുക്ക് ഈ പ്ലൂറൽ ഫ്ലൂയിഡ് വന്നിട്ട് അടിയുന്നൊരു സംഭവമുണ്ട്. പ്ലൂറൽ ഫ്ലൂയിഡ് വന്നിട്ട് അടിഞ്ഞിട്ടൊരു ഹമ്പ് പോലെ അപ്പെക്സിൽ കാണും, അപ്പെക്സ് ഓഫ് ദ ലങ്സിൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെയായിരിക്കും ചോദ്യം വരുന്നത്. വാട്ട് ഈസ് മെയിൻ ബൈ ദിസ് ഈ ട്രയാങ്കുലർ സർക്കുലർ പ്ലൂറൽ ഇൻഫിൽട്രേഷൻസ് ഇൻ ദ അപ്പെക്സ് ഓഫ് ദ ലങ് എന്താണെന്ന് ചോദിക്കാം, ഹാംപ്ടൺസ് ഹമ്പ്. അല്ലെങ്കിൽ അത് ഏതിലാണ് കാണുന്നതെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഹാംപ്ടൺസ് ഹമ്പ് തന്നെയാണെന്നുള്ളത് നമുക്ക് ചിലപ്പോൾ മനസ്സിലായില്ല എന്ന് വരാം. അപ്പോൾ ഈ അപ്പെക്സ് ഓഫ് ദ ലങ്ങിൽ ഇങ്ങനെ പ്ലൂറൽ ഫ്ലൂയിഡ് വന്നിട്ട് ട്രയാങ്കുലർ ഷേപ്പിലോ അല്ലെങ്കിൽ സർക്കുലർ ഷേപ്പിലോ ഇങ്ങനെ ഹമ്പ് പോലെ ആയിട്ടിരിക്കുന്നതിന് പേരാണ് ഹാംപ്ടൺസ് ഹമ്പ്. ഇത് രണ്ടും ഞാനൊന്ന് റെഫർ ചെയ്തിട്ട് എന്നിട്ട് ഞാൻ ടൈപ്പ് ചെയ്തിടാം കേട്ടോ, ഇത് റെഫർ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത് മൂന്നുമാണ് മെയിനായിട്ടുള്ള ചെസ്റ്റ് എക്സ്റേ ഫൈൻഡിങ്സ്. ഇനി ഇതിൽ കുറച്ച് ECG ഫൈൻഡിങ്സ് ഉണ്ട്. കാരണം ഈ പൾമണറി എംബോളിസം കൂടുതലും കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നത് ഹാർട്ടിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ECG ഫൈൻഡിങ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എംബോളിസം ക്യാൻ ഡയറക്റ്റ്ലി ഗോസ് ടു ദ ഹാർട്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ECG ഫൈൻഡിങ്സ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്നത് S1 Q3 T3. ഓക്കെ, ഈ നമ്മുടെ ഈ വേവ്സ് ഉണ്ടല്ലോ, ഈ S Q T, ഈ 3 വേവ്സും റൈറ്റ് വെൻട്രിക്കുലാർ എൻലാർജ്മെൻറ്റിനെ കാണിക്കുന്ന വേവ്സാണ്. റൈറ്റ് വെൻട്രിക്കുലാർ എൻലാർജ്മെൻറ്റിനെ കാണിക്കുന്ന വേവ്സാണ് എസ്സും ക്യൂവും ടിയും. അപ്പം നമ്മൾ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞല്ലോ, ഈ എംബോളയുടെ ഏറ്റവും വലിയ പ്രശ്നമുണ്ടാകുന്നത് റൈറ്റ് വെൻട്രിക്കുലർ എൻലാർജ്മെൻ്റ് ആണെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ECGയിലെ ഫൈൻഡിങ്സും ഇത് മൂന്നും റിലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഈ റൈറ്റ് വെൻട്രിക്കിളിൻ്റെ വേവ്സ് റിലേറ്റഡ് ആയിട്ടാണ് വരുന്നത്, എസ്സും ക്യൂവും ടിയും. അപ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ S1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീപ്പ് എസ് വേവ്സ് ഇൻ ലീഡ് 1. ഈ ലീഡ് 1 ആണ് ഈ 1 കാണിച്ചിരിക്കുന്നത്. ദെൻ ക്യൂവും T3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഡ് 3യിൽ നമുക്ക് ഒരു ക്യൂ വേവും ഉണ്ടാകും, ഇൻവെർട്ടഡ് T വേവും ഉണ്ടാകും. അതാണ് ഈ S1 Q3 T3 എന്ന് പറയുന്നത്.